നിലമ്പൂർ ചാലിയാർ പഞ്ചായത്ത് കാനംകുത്ത് ചിരുത കോളനിയിൽ വൈദ്യുതി ഇല്ലാതായിട്ട് 2 വർഷം തികയുകയാണ്. കാട്ടാനക്കൂട്ടം അധികം തമ്പടിക്കുന്ന സ്ഥലവും വൻ ഫോറസ്റ്റ് മരങ്ങൾക്കിടയിലുള്ള കോളനി നിവാസികൾ വൈകുന്നേരങ്ങളിൽ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലും മെഴുകുതിരി വെളിച്ചത്തിലുമാണ് താമസിക്കുന്നത്. തങ്ങളുടെ പഴയ വീടുകളിൽ വൈദ്യുതി ഉണ്ടായിരുന്നിട്ടും അത് പുതിയ വീട് ലഭിച്ചതിനു ശേഷം നാളിതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. കാട്ടാനകൾ ഏറെയുള്ള വനപ്രദേശത്താണ് കോളനി സ്ഥിതി ചെയ്യുന്നത്. അതിദരിദ്ര വിഭാഗങ്ങളിൽപ്പെട്ട വെള്ളക, ശേഖരൻ, അംബിക, വേലായുധൻ, ചിരുത, സുന്ദരൻ, ചിന്നമ്മു ഇത്രയും പേരടങ്ങുന്ന 6 കുടുംബങ്ങൾ താമസിക്കുന്ന കോളനിയാണ് കാനക്കുത്ത് ചിരുത കോളനി. 2 കൊല്ലമായി കറണ്ട് കിട്ടിയിട്ട് ഈ 2 കൊല്ലത്തിന്റെ അവിടെ നിന്ന് കിട്ടു. പിന്നെ പെരേന്റെ ചുറ്റുഭാഗം ഉണ്ടായിരുന്നു കറണ്ട്, അത് മുഖൻ കൊണ്ട് പോയി. ഇപ്പൊ എന്താ കാട്ടാനനെ കൊണ്ട് ശല്യാണ്. മുറ്റത്ത് കൂടെയും പേരയെ കൂടെയും ഒക്കെ കാട്ടാന. എങ്ങനെ ഞങ്ങൾ ജീവിക്കുക? ഈ മണ്ണെണ്ണ വിളക്കും കൂടെ അല്ല, ടോർച്ചടിച്ചിങ്ങാണ്ട് ചോറ് തിന്നണം, മെയ്ത്തിരി കത്തിച്ച് വെച്ചിങ്ങാണ്ട് എങ്ങനെ ഞങ്ങൾ ജീവിക്കുക? ഈ ആനയുടെ ഇടയിലും ഞങ്ങൾക്ക് വെച്ച് തിന്നണ്ടേ? അടുക്കളേൻ്റെ ഉള്ളൊക്കെ അത് അച്ചയിൽ കിട്ടുകണ്. ചുറ്റുഭാഗമൊക്കെ തേച്ച് നന്നാക്കി, അടുക്കളൻ്റെ ഉള്ളു നന്നാക്കിയിട്ടില്ല. വെറും മണ്ണും പൊടിയാണ് ഞങ്ങൾ ഈ കൊണ്ട് തിന്നുന്നത് വെള്ളത്തിൽ, അറിയോ? അങ്ങനെയൊക്കെ ഞങ്ങളെ ജീവിതം. ഇവിടേക്ക് ആരും വരൂല. വന്നാലും അപ്പുറത്ത് കൂടെ പോകും, ഇതിൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. ഈ ആന ശല്യം അത് അങ്ങനെ. കാട്ടാനെ പേടിച്ചിട്ട് ഞങ്ങൾ ഒരാഴ്ച ഞങ്ങൾ കിടന്നുറങ്ങിയിട്ടില്ല. ആന പേടിച്ചിട്ട് എങ്ങനെ നായി അരി വെച്ച് തിന്നും വൈകുന്നേരം. ഈ ആനേനെ പേടിച്ച് പാഞ്ഞ് നടക്കുകയല്ലേ ഇങ്ങനെ. നായി അരി വെച്ച് തിന്നാൻ കഴിയോ? ഉച്ചക്ക് വെക്കുക, എന്നിട്ട് ഉച്ചക്ക് തിന്നുകാണ്ട് ഒക്കെ പാടെ ഒരു പെരയിലും. ആ പെരയിൽ കറണ്ട് ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ആകുമോ കറണ്ട്? ഇതാകുമോ? ഞങ്ങളെ എന്റെ പേരന്റെ ചുറ്റുഭാഗം ഉണ്ടായിരുന്നു കറണ്ട്, അത് മുഖൻ പോയി. കരാറുകാരൻ തന്റെ ജോലി മുഴുവനായും ചെയ്തു കഴിഞ്ഞതിനു ശേഷവും കറണ്ട് ലഭിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യചിഹ്നമാണ് അധികാരികൾ മനസ്സിലാക്കേണ്ടത്. അതിദരിദ്ര വിഭാഗത്തിൽ ST ആദിവാസികൾ പ്രായാധിക്യം മൂലം കാട്ടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത നിലയിലാണ് താമസിക്കുന്നത്. പല പ്രാവശ്യം മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിട്ടും തങ്ങളുടെ പൂർവികരെ സംസ്കരിച്ച സ്ഥലമായതുകൊണ്ടാണ് ഇവർ ഇവിടെ നിന്ന് പോകാൻ തയ്യാറാകാത്തത്. ഈ സാഹചര്യത്തിൽ ചാലിയാർ പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ട് ഇവർക്ക് ലൈഫ് മിഷൻ വീടുകൾ അനുവദിച്ചത്. രാത്രികാലങ്ങളിൽ ആനകൾ വിലസുന്ന ഇടമായതുകൊണ്ട് ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേര സമയത്ത് ആനക്കൂട്ടത്തെ കണ്ട് അമ്പരന്ന് വീടിനുള്ളിലേക്ക് കയറിപ്പോയ ചിരുത പറയുന്നത് തങ്ങളുടെ പഴയ കാലങ്ങളിലൊന്നും ഈ ഭാഗങ്ങളിൽ ആന ഉണ്ടായിരുന്നില്ല. എന്നാൽ കാട്ടാനക്കൂട്ടങ്ങൾ കൃഷിയിടത്തും മുറ്റത്തും ഒരു കൂസലുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അവസ്ഥയാണ്. നിലവിലുണ്ടായിരുന്ന വൈദ്യുതി കട്ട് ചെയ്ത് പുതിയ വീട്ടിലേക്ക് വൈദ്യുതി കിട്ടാൻ തങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. സാധാരണയായി ആദിവാസി കോളനികളിലെ ആവശ്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ പ്രൊമോട്ടർമാരെ നിയമിച്ചിട്ടുണ്ട്. എന്നാൽ പ്രൊമോട്ടർമാർ ഇതുവഴി ചെല്ലാറില്ലെന്നുമാണ് ഇവർ പറയുന്നത്. വൈദ്യുതി ലഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് ഇവിടുത്തെ പൊതുപ്രവർത്തകരുടെയും ആവശ്യം. ഈ ചാനൽ ന്യൂസ്, മലപ്പുറം. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.